ശ്യാം, ഇനിയെങ്കിലും ഞങ്ങളോട് സഹകരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടും. പണം മാത്രമല്ല, ഒരുപക്ഷെ ജീവൻ പോലും നിങ്ങൾക്ക് നഷ്ടമായേക്കാം. പണത്തെക്കാളും എന്റെ ജീവനേക്കാളും എല്ലാം വലുത് എനിക്കെന്റെ കുഞ്ഞാണ്. എങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കൂ. നിങ്ങളുമായി അയ്യർ കരാർ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിന് ക്ലാരയെ പണവുമായി അയാളവിടെ വരുത്തി? പോലീസിന്റെ നീക്കങ്ങൾ അയാൾ മണത്തറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ക്ലാരയുമായിട്ടുള്ള ഇടപാട് നടക്കുമായിരുന്നു. കുട്ടിയുമായി മൈക്കിളിനോടൊപ്പം ക്ലാര പോവുകയും ചെയ്യുമായിരുന്നു. ഇല്ല സർ, ഇതിലെന്തോ ചതിയുണ്ട്. യെസ്, അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. ചതിക്കപ്പെടാൻ പോകുന്നവരുടെ ലിസ്റ്റിൽ മറ്റൊരാൾ കൂടിയുണ്ട്. അതാരാണെന്നറിയണ്ടേ? മിസ്റ്റർ ധനപാലൻ. ധനപാലനോ? അതെ മിസ്റ്റർ ശ്യാം, അയാളുമായും അയ്യർ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. ധനപാലനുമായി? നോ സർ, ഇല്ല, ഞാനൊന്നും വിശ്വസിക്കില്ല. വിശ്വസിച്ചേ തീരൂ. അയ്യർ ബുദ്ധിപരമായി കളിക്കുകയാണ്. ഇനിയെങ്കിലും പറയൂ മിസ്റ്റർ ശ്യാം, നിങ്ങളുമായി അയ്യർ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, എവിടെ വച്ചാണ്? പ്ലീസ്. ശ്യാമിന് എന്നെ വിശ്വസിക്കാം. കുട്ടി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു മൂവ്മെന്റ് ഉണ്ടാകൂ. നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവനും പണവും ഒന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, കുട്ടിയെ വീണ്ടെടുക്കണമെങ്കിൽ, എല്ലാത്തിനുമുപരി ആ അയ്യരെ കൊടുക്കണമെങ്കിൽ പ്ലീസ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. എങ്ങനെയാണ് ചോർന്നത്? ക്ലാരയുമായുള്ള ഡീല് നടക്കാതെ പോയതിൽ എനിക്ക് നഷ്ടമായത് 10 ലക്ഷം രൂപയാണ്. ബായ്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. അവൾ വളരെ തന്ത്രപൂർവ്വം കളിച്ചതാ. ആ സ്ത്രീ തന്നെ എല്ലാ വിവരങ്ങളും പോലീസിന് ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും പിടിയിലായല്ലോ ബായ്, അത് മതി. അത്ര പെട്ടെന്നൊന്നും ഈ അയ്യരെ ആർക്കും പിടിക്കാനാവില്ല. പക്ഷെ അവൾ, ആ ക്ലാര, അവൾക്കതിനുള്ള ശിക്ഷ കൊടുക്കണം. ക്ലാര ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് എന്റെ ഉറച്ച വിശ്വാസം. കാരണം അവൾ ക്യാഷുമായിട്ട് അയാളുടെ സ്പോർട്ടിനടുത്ത് വരെ എത്തിയതായിരുന്നു. പക്ഷെ മയക്കിൽ വന്ന് അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നെ ആര്? നീയാണോ? അതോ നീയാണോ ഒറ്റ കൊടുത്തത്? പറയടാ, നീയാണോ? ചാവേണ്ടി വന്നാൽ പോലും ഭായിയെ ഞങ്ങൾ ഒറ്റുകൊടുക്കില്ല. ഞങ്ങളെ വിശ്വസിക്കൂ ഭായി. എന്തായാലും ഇതിന് പകരം കിട്ടണം. അതിനു മുമ്പ് ക്ലാരയിൽ നിന്ന് ആ ക്യാഷ് വാങ്ങിച്ചെടുക്കുകയും വേണം. ശ്യാമപ്രസാദിന്റെയും ധനപാലന്റെയും നീക്കങ്ങൾ വാച്ച് ചെയ്യണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ശല്യമൊന്നും ഉണ്ടായില്ല. അവരിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ ക്യാഷ് വാങ്ങിച്ചെടുക്കണം. അപ്പോ കുട്ടിയുടെ കാര്യം? ബാക്കിയൊക്കെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും.
മണി 11 കഴിഞ്ഞല്ലോ. ഉം, ഇനി അവർ വരുമെന്ന് തോന്നുന്നില്ല. ഉം, come on. സമയം എത്രയാ സ്ഥിതിക്ക് നമ്മുടെ നീക്കത്തെക്കുറിച്ച് എന്തെങ്കിലും? ശ്യാം, ശ്യാം, 10 മണിക്കല്ലേ അവർ കുട്ടിയുമായി വരാമെന്ന് പറഞ്ഞത്? ആ. ഇനി അയാൾ വരുമെന്ന് തോന്നുന്നില്ല ശ്യാം. നമ്മുടെ നീക്കങ്ങളെക്കുറിച്ച് അയാൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടാവും. ഞാനത് ആദ്യമേ സാറിനോട് പറഞ്ഞതല്ലേ, ഇങ്ങനെ കാടടക്കിക്കൊണ്ടൊരു പോലീസ് അനാഹം. എന്നിട്ടിപ്പോ നമ്മൾ എന്താ നേടിയത്? എന്റെ കുട്ടി എവിടെ? ആ അയ്യരെവിടെ? കൂൾ ഡൗൺ ശ്യാം, നമുക്ക് വേറെ വഴി നോക്കാം. ഇനി എന്ത് വഴി നോക്കാനാണ് സാർ? ശരിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. അതിലൂടെ അയാളെ തോപ്പിക്കാം, കസ്റ്റഡിയിൽ എടുക്കാം, ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കാം. പക്ഷെ എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. സ്നേഹമോളുടെ ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ ഒരുക്കമല്ലെന്ന് ആദ്യമേ നിങ്ങളോട് പറഞ്ഞതാ. അതിനിപ്പോ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലായിരിക്കാം, പക്ഷെ എന്റെ സ്നേഹമോള് പോലീസുമായി ചേർന്ന് അയാളെ ചതിക്കാൻ നോക്കിയ എന്റെ കുഞ്ഞിനെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് ആ അയ്യർ പറഞ്ഞത് അറിയോ സാറിന്? ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ ശ്യാം ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ രഹസ്യമായി കാണാനാണ്. അയാളുടെ ലക്ഷ്യം പണം മാത്രമാണ്. അയാൾ കുട്ടിയെ തിരിച്ചു തരുമെന്ന് ശ്യാമിന് തോന്നുന്നുണ്ടോ? ശ്യാം പോലും ഒരു പക്ഷേ ജീവനോടെ ഇവിടെ നിന്ന് തിരിച്ചു പോയെന്നിരിക്കില്ല. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം പണത്തിന് വേണ്ടി എന്ത് ക്രൂരതയും കാട്ടുന്ന ഒരു ഭീകരനാണ് ഈ അയ്യർ. ഇതൊക്കെ പോലീസിന്റെ നിഗമനങ്ങളല്ലേ? ഞങ്ങളുടെ കണക്കുകൂട്ടലൊന്നും ഇതുവരെ പിഴച്ചിട്ടില്ല ശ്യാം. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്? എന്റെ മോളിവിടെ ഒരു പോറൽ പോലും ഏക്കാതെ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? കുട്ടി ഇപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ അയ്യരുടെ കസ്റ്റഡി തന്നെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി യഥാസ്ഥാനത്ത് കൊണ്ടെത്തിക്കേണ്ട ചുമതല പോലീസിന്റേതാണ്. ഷുവർ, വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. ആരും കാണുന്നില്ലല്ലോ. അവൻ വീണ്ടും പറ്റിച്ചോ? ഹലോ ധർമാനൻ, ഇത് അയ്യരാണ്. നിങ്ങൾ എന്ത് പണിയാടോ കാണിച്ചത്? കൃത്യം 10 മണിക്ക് തന്നെ ഞാനിവിടെ പണമായിട്ട് എത്തിയതാ. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. അയ്യരെ, ഞാനൊന്ന് വേഗം വേണോ? നമ്മുടെ എല്ലാ നീക്കങ്ങളും പോലീസ് മണത്തറിഞ്ഞിരിക്കുന്നു ധനപാലൻ. താൻ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. നേരാണോ അയ്യരെ? ഇടോ, ഇതൊന്നും തനിക്ക് നേരത്തെ വിളിച്ച് പറയാൻ വയ്യായിരുന്നോ? ഈ കൊടും രാത്രിയിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ എത്ര നേരമായി തന്നെ ട്രൈ ചെയ്യുന്നു. ഇനി അധിക സമയം അവിടെ നിന്നാ കുഴപ്പമാണ്. അപ്പോ ആ കൊച്ചിന്റെ കാര്യം? അതൊക്കെ നമുക്ക് ശരിയാക്കടോ. ഞാൻ പിന്നീട് വിളിക്കാം. ഹലോ ഹലോ ഹലോ. ഛേ,
ആ ശ്യാമപ്രസാദ് അവനും എന്നെ ചതിച്ചു. അയ്യരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാജയം. മൂന്ന് ഡീലിങ്സ് ഒരുപോലെ പരാജയപ്പെട്ടു പോയില്ലേ? ധനപാലനുമായിട്ടുള്ള ഡീൽ നടത്താമായിരുന്നു ഭായി. കാരണം അവിടെ പോലീസ് വളഞ്ഞിട്ടില്ലായിരുന്നു. വെറും 10 ലക്ഷം രൂപയ്ക്ക് കുട്ടി കൈവിടാൻ ഞാൻ തയ്യാറല്ല. 3 പേരിൽ നിന്നും 30 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. എന്നാലേ കുട്ടിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കൂ. അതാ ക്രിസ്റ്റിയുടെയും തീരുമാനം. ഇനിയിപ്പോ എന്താ ഭായി അടുത്ത പ്ലാനിങ്? പോലീസും നാട്ടുകാരൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റൊരു മൂവ്മെന്റ് നടത്താൻ നമുക്ക് കഴിയുമോ ഭായി? പെട്ടെന്നൊരു നീക്കം അപകടമാ ഭായി. അടുത്ത നിൽക്കും കൂടെ പിഴച്ചാൽ പോലീസിന്റെ വലയിൽ വീഴും, അത് തീർച്ചയാ. ഭായി, പോലീസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. എടോ, എന്തു ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, എങ്കിലേ വിജയമുണ്ടാവൂ. നിങ്ങൾക്കൊക്കെ അതില്ലാതെ പോയതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു. ഇല്ല ബായ്, ഈ തൊഴിലിനോട് ഞങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട്, വിശ്വാസമുണ്ട്. ബായ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഈ ഡീല് നടക്കണം, ഇനി പിഴയ്ക്കാൻ പാടില്ല. യാ, ഈ ഡീൽ നടക്കും. ശുഭസ്യ ശീഘ്രസ്യ. എ സക്സസ്ഫുൾ ഡീൽ, നോ ഡൗട്ട്. കുട്ടി സുരക്ഷിതയായി നമ്മുടെ താവളത്തിലുള്ള സ്ഥിതിക്ക് എല്ലാം നമുക്ക് അനുകൂലമായി നടക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഭായി, ഒരാളോട് മാത്രം ഡീൽ ഉറപ്പിച്ചാൽ പോരെ? ശരിയാ, കുറച്ചധികം ആവശ്യപ്പെട്ടാൽ മതിയല്ലോ. ആ ക്ലാര എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാ. ബിസിനസിന്റെ മോട്ടീവ് പണമാണ്. പണം കൂടുന്തോറും ബിസിനസ്സിൽ കൂടുതൽ ത്രില്ലുണ്ടാകും. കുട്ടിയുടെ മേൽ ആവശ്യക്കാർ ഏറെയാണ്. മീൻസ് ഒരു തർക്ക വസ്തു. ഈ സാഹചര്യമാണ് ഭംഗിയായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തൊക്കെയായാലും അടുത്ത സ്റ്റെപ്പ് വളരെ ആലോചിച്ച് ചെയ്യോ ഭായി. എന്ന് വെച്ച് അധികം നാൾ കാത്തിരിക്കാൻ നമുക്കാവില്ല. കുട്ടിയുടെ ആരോഗ്യത്തിൽ വളരെ വഷളായി വരികയാണ്. അവസാനെ ഈ വക കണ്ടതെല്ലാം വടിമേലെ എന്ന് മതിയാവും. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഭായി? എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ബോസായ ക്രിസ്റ്റിയാണ്. ബോസ് ഏത് നിമിഷവും വിളിച്ചേക്കാം. ആ ദേ, പറഞ്ഞു നാവെടുത്തില്ല, ബോസിന്റെ ഫോൺ കാൾ. പറഞ്ഞോളൂ ബോസ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് പിന്നെ ബോസ് എങ്ങനെയാണെന്ന് അറിയില്ല. പോലീസ് എല്ലാം മണത്തറിഞ്ഞു. ബോസ് പറഞ്ഞോളൂ, ഞാൻ അങ്ങനെ ചെയ്തോളാം. പോലീസിന്റെ ഭാഗത്ത് ഇത്രയും വൈഡായിട്ടുള്ളൊരു മൂവ്മെന്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബോസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ശരി ബോസ്, ഞങ്ങൾ ഉടൻ മാറിക്കൊള്ളാം. നമ്മളെല്ലാം എത്രയും വേഗം ഇവിടുന്ന് മാറണം. ക്യുക്ക്, വാ, കമോൺ. കാണണം ആന്റി. എനിക്ക് വല്ലാതെ വേദന എടുക്കുന്നു ആന്റി. അതങ്ങ് മാറിക്കോളും, മോൾ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വന്നില്ല ആന്റി. ഭായ്, സ്നേഹയ്ക്ക് അസുഖം വീണ്ടും കൂടിയിരിക്കുക. കുട്ടികളാകുമ്പോ ചിലപ്പോൾ അസുഖമൊക്കെ വരും, അതൊന്നും അത്ര കാര്യമാക്കണ്ട. ഡോ, കുട്ടിയെടുക്ക്. കുട്ടി എവിടെ കൊണ്ടുപോവാ ഭായ്? കുട്ടി മാത്രമല്ല, നമ്മളെല്ലാം ഇവിടെ വിടുക. എന്താ ഭായ്, എന്താ പ്രശ്നം? നിന്നോട് വിശദീകരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മര്യാദയ്ക്ക് വേഗം വരാൻ നോക്ക്.
സേഫ് ആണല്ലോ അല്ലേ? അതെ ഭായ്. റീത്ത, കുട്ടി അകത്തേക്ക്. സിറ്റിയിൽ നിന്ന് ഒരല്പം അകന്ന സ്ഥലമാണ്, എന്നാലും സാരമില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ആവാൻ 2 ദിവസം വേണ്ടി വരും. അതുവരെ നമുക്കിവിടെ തങ്ങാം. ഈ സ്ഥലമാ ഭായ് കൂടുതൽ സേഫ്. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ആ വെള്ളക്കാരൻ നമ്മളാളാ. എങ്കിലും ഒരു ജാഗ്രത വേണം. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയ പോലീസ് മണം പിടിച്ചിങ്ങെത്തും. ശരി ഭായ്. ഇതാ ചായ. ആ മദറെന്താ എത്ര രാവിലെ? ഇവിടുത്തെ ഫോണിന് എന്ത് പറ്റി? ഇന്നലെ രാത്രി മുതൽ ട്രൈ ചെയ്യുന്നതാണല്ലോ. ലൈൻ ഫോട്ടോ മദർ. മദർ വന്നാട്ടെ. മോളിക്കുട്ടി ക്ലാര എവിടെ? മോളിലുണ്ട്. ഒക്കെ നമ്മൾ സംശയിച്ച പോലെ തന്നെ ആയിരുന്നു മദർ. ചതിക്കാൻ തന്നെ ആയിരുന്നു അയ്യരുടെ പ്ലാൻ. കർത്താവിന്റെ കൃപ കൊണ്ടാ അവള് രക്ഷപ്പെട്ടത്. അപ്പോ സ്നേഹമോളുടെ കാര്യോ? എന്താ ജേക്കബ്, സ്നേഹമോളെ കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ലേ? കർത്താവ് കൈവിടില്ല മദർ. എനിക്ക് ഇപ്പൊ അത്രയും പറയാനേ കഴിയൂ. ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയാം എന്റെ മാതാവേ.